പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാനിന്ന് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ അരിപ്പൊടി, പിന്നെ ഉഴുന്ന്, പിന്നെ തേങ്ങ, ഒരല്പം ചോറ് എല്ലാം കൂടെ കൂടിയിട്ട് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോഴത്തേക്കും അത് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പം രാവിലെ ഇപ്പം നോക്കിയപ്പോൾ ഒരുമാതിരി ആയി വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ദോശ ചുടാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനത്ര വലിയ പാചകക്കാരിയൊന്നും അല്ല, എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കല്ലെടുത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ എണ്ണ തൂത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ കലക്കി വെച്ചായിരുന്ന പൊടി എടുത്ത് ഒഴിച്ച് അത് ഒന്ന് ഒരു വശം വെന്ത് വരുമ്പോൾ അത് മറ്റേ വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ദോശ ഇടുന്നത്. വേഗത്തിൽ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഫ്ലോപ്പായി പോകുന്നുമുണ്ട്. എങ്കിലും ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ ചുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തലേന്ന് തന്നെ കലക്കി വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ദോശ ചുട്ടെടുക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ദോശയൊക്കെ ഈ രണ്ടെണ്ണം വെച്ച് ഞാൻ ചുട്ടെടുത്തു. ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇനി ദോശയ്ക്ക് എന്ത് കറി ഉണ്ടാക്കും. തലേന്നത്തെ മീൻകറി ഇരിപ്പുണ്ട്. അത് മോൻ കൂട്ടില്ല കേട്ടോ. ദോശ കഴിക്കണമെങ്കിൽ മോന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. വേഗം തന്നെ കുറച്ച് തേങ്ങ ചിരകിയെടുത്ത് 2 പച്ചമുളകും കുറച്ച് ഉള്ളിയും കൂടെ എടുത്തിട്ട് അതൊന്ന് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഉപ്പും ഒക്കെ ഇട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുക്കുവാണ് ഒരു ചമ്മന്തിക്ക്. അങ്ങനെ അത് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് താളിക്കാമെന്ന് വിചാരിച്ച് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് കടുകും പിന്നെ നമ്മൾ കുരുമുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പില തീർന്നിരിക്കുകയാണ് ഗൈസ്, അതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല. അപ്പം കടുകോടെ വറുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ വാങ്ങി വെക്കണം കേട്ടോ. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ദോശയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. യൂട്യൂബിൻ്റെ ന്യൂ ബിഗിനർ ആയതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്നെ സഹായിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.